അറേബ്യയിലെ എല്ലാ സുഗന്ധ ലേപനങ്ങൾ കൊണ്ട് കൈ കഴുകിയാലും ഈ കൊടും ക്രൂരതയുടെ പാപം കഴുകിക്കളയാനാവില്ല. വില്യം ഷേക്സ്പിയറുടെ മാക്ബത്ത് നാടകത്തിൽ നിന്നുള്ള വരികൾ ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ വിധി പറഞ്ഞപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയതാണ്. അതെ, സ്വന്തം മകളെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്താൻ കാമുകനൊപ്പം കൂട്ടുനിന്ന അനുശാന്തിയുടെ പ്രവൃത്തി ഒരിക്കലും മാപ്പർഹിക്കാത്തതാണ്. ഇരട്ട ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് 8 വർഷമായി ജയിലിൽ കഴിയുന്ന അനുശാന്തിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതോടെ ആറ്റിങ്ങൽ കൊലക്കേസ് വീണ്ടും ചർച്ചയാവുകയാണ്. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ഹർജി തീർപ്പാക്കുന്നതുവരെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കാഴ്ചയ്ക്ക് തകരാറുണ്ടെന്നും ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു അനുശാന്തിയുടെ ആവശ്യം. ഏപ്രിൽ 16 ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം നടന്നത്. അനുശാന്തിയുടെ ഭർത്തൃമാതാവ് ഓമന, 4 വയസ്സുള്ള മകൾ സ്വാസ്തിക എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അനുശാന്തിയുടെ കാമുകനും സഹപ്രവർത്തകനുമായ നിനോ മാത്യുവാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ഇരുവരെയും കൊലപ്പെടുത്തിയത്. അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിനും വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇതിനൊത്താശ ചെയ്തതിനു പുറമെ കൊലപാതകം ആസൂത്രണം ചെയ്തതിലും അനുശാന്തിക്ക് പങ്കുണ്ടായിരുന്നെന്നാണ് പോലീസ് കണ്ടെത്തിയത്. നിനോ മാത്യുവും അനുശാന്തിയും തമ്മിലുള്ള വഴിവിട്ട പ്രണയവും ഭർത്താവിനെയും മകളെയും ഒഴിവാക്കി ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനവുമാണ് അരിംകൊലകളിലേക്ക് നയിച്ചത്. ടെക്നോ പാർക്കിൽ ഒരേ കമ്പനിയിൽ ജീവനക്കാരായിരുന്നു ഇരുവരും. അറേബ്യയിലെ എല്ലാ സുഗന്ധലേപനങ്ങൾ കൊണ്ട് കൈകഴുകിയാലും ഈ കൊടും ക്രൂരതയുടെ പാപം കഴുകിക്കളയാനാവില്ലെന്ന വില്യം ഷേക്സ്പിയറുടെ മാക്ബത്ത് നാടകത്തിൽ നിന്നുള്ള വരികൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു വിചാരണ കോടതി ഈ കേസിൽ ശിക്ഷ വിധിച്ചത്. ഒന്നാം പ്രതിയായ നിനോ മാത്യുവിന് സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ ഹൈക്കോടതി പിന്നീട് ജീവപര്യന്തം കണ്ണുനടവായി കുറച്ചിരുന്നു. ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട 2ാം പ്രതി അനുശാന്തിയുടെ അപേക്ഷ പരിഗണിച്ചാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ഹർജി തീർപ്പാകുന്നതുവരെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് ജാമ്യം. ജാമ്യത്തിനുള്ള ഉപാധികൾ വിചാരണ കോടതി തീരുമാനിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കാഴ്ചയ്ക്ക് തകരാറുണ്ടെന്നും പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. നേരത്തെ കണ്ണിന്റെ ചികിത്സയ്ക്കായി അനുശാന്തിക്ക് സുപ്രീം കോടതി 2 മാസത്തെ പരോൾ അനുവദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.